വെൽക്കം ടു സയൻസ് ടോക്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫ്ലജല്ലയുടെ അൾട്രാ സ്ട്രക്ചറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മൾ മൈക്രോബയോളജിയിൽ ബാക്ടീരിയയുടെ സ്ട്രക്ചർ, അൾട്രാ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിൻ്റെ ടൈപ്സ്, ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള 2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ സ്ട്രക്ചർ പറയുമ്പോൾ നമ്മൾ ഫ്ലജല്ലയുടെയും സെൽ വോളിൻ്റെയും ഒക്കെ അൾട്രാ സ്ട്രക്ചർ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ ഫ്ലജല്ലയുടെ അൾട്രാ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു പുതിയൊരു ചാനലാണ്. ഒരു ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും, MSc അല്ലെങ്കിൽ BSc ബോട്ടണി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. നമ്മൾ ഫ്ലജല്ലയുടെ ഒരു അൾട്രാ സ്ട്രക്ചർ പറയുമ്പം അതിൽ മെയിൻലി 3 പാർട്സ് ആണ് ഉണ്ടായിരിക്കുക. ഫസ്റ്റ് വൺ ഫിലമെൻറ്റ്, ഹുക്ക്, ദെൻ ലാസ്റ്റ് വൺ ബേസൽ ബോഡി. അപ്പോൾ ഈ 3 എണ്ണത്തിൻ്റെയും സ്ട്രക്ചർ എങ്ങനെയാണെന്നാണ് ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് അൾട്രാ സ്ട്രക്ചർ 1 by 1 ആയിട്ട് എന്താണ് ഓരോ പാർട്ടും എന്ന് പറയാം. ഫ്ലജല്ലയുടെ അൾട്രാ സ്ട്രക്ചർ പറയുമ്പം ആദ്യം പറയുന്നത് നമ്മൾ ഫിലമെൻ്റ് ആണ് അല്ലേ. നമ്മളുടെ ബാക്ടീരിയയുടെ പുറമേ കാണുന്ന ഭാഗമാണ്. ആ സെല്ലിൻ്റെ സെൽ വോളുമായിട്ട് അറ്റാച്ച് ചെയ്ത ഭാഗവും പുറത്തേക്ക് കാണുന്ന ഭാഗവും ഒക്കെ ഉണ്ട്. അപ്പം നമ്മളുടെ ഫസ്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫിലമെൻ്റ് ആണ്. ഈ ഒരു ഫിലമെൻ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ കുറേ റെഡ് കളർ റൗണ്ട് ബോൾസ് പോലെ ഉണ്ടല്ലോ, അതേപോലെയുള്ള കുറേ ഫ്ലജല്ലിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ കൊണ്ടാണ് നമ്മളുടെ ഫിലമെൻ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഏത് പ്രോട്ടീനാണ്? ഫ്ലജല്ലിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ കൊണ്ടാണ് ഫിലമെൻ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫിലമെൻ്റ് എന്ന് പറയുന്നത് ഒരു ലോങ് ആയിട്ടുള്ള ഒരു ഹെലിക്കൽ സ്ട്രക്ചറാണ് കേട്ടോ. ഇതുപോലെ ബോൾ പോലെ കാണുന്നതെന്ന് വെച്ചിട്ട് നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഒരു ലോങ് ഹെലിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ഫ്ലജല്ലിൻ പ്രോട്ടീൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹെലിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചറാണ് ഫിലമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഒന്നാമത്തെ പാർട്ട്. ഇനി രണ്ടാമത്തെ നമ്മൾ ഏതാ പറഞ്ഞത്? ഹുക്ക്. രണ്ടാമത്തെ പാർട്ടാണ് ഹുക്ക് എന്ന് പറയുന്നത്. ഹുക്ക് എന്ന് പറയുമ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ നോക്കി ഒരു കേർവ്ഡ് സ്ട്രക്ചറാണ് അല്ലേ. ഒരു കേർവ്ഡ് സ്ട്രക്ചറാണ്. ഈ ഒരു സ്ട്രക്ചറാണ് നമ്മുടെ ഫിലമെൻറ്റിനെ ഹുക്കുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഫിലമെൻറ്റിനെ ബേസൽ ബോഡിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ആളാണ് ഹുക്ക് എന്ന് പറയുന്നത്. ഇപ്പം മൊത്തത്തിലുള്ള ആ ഒരു പിക്ചർ കിട്ടുമ്പോൾ ഞാൻ മുഴുവനായിട്ടൊന്ന് പറയാം. അപ്പം രണ്ടാമത്തേതാണ് ഹുക്ക്, ഒരു കേർവ്ഡ് സ്ട്രക്ചറാണ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്വാഭാവികമായിട്ടും ഇതൊക്കെ പുറമേ കാണുന്ന ഭാഗമാണ്. ഈ ഒരു ഫ്ലജല്ലയുടെ പുറമേ കാണുന്ന ഭാഗമാണ് ഹുക്കും ഫിലമെൻറ്റും. ഇനി നമ്മൾ സെല്ലിൻ്റെ ഉള്ളിലേക്ക് അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറയണം സെല്ലിന്, ബാക്ടീരിയയുടെ സെല്ലിന് ഒരു ഔട്ടർ മെംബ്രെയിന്, ഇന്നർ മെംബ്രെയിന് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു പോർഷൻ ഇതാണ് നമ്മളുടെ ഔട്ടർ മെംബ്രെയിൻ എന്ന് പറയുന്നത്. പിന്നെയോ പെപ്റ്റിഡോഗ്ലൈക്കാൻ എന്ന് പറയുന്നതാണ് നമ്മളുടെ ബാക്ടീരിയയുടെ സെൽ വോള് എന്ന് പഠിച്ചിട്ടുണ്ട്. അത് ഗ്രാം നെഗറ്റീവിലും പോസിറ്റീവിലും ചിലത് ഡബിൾ ഉണ്ട്, ചിലത് സിംഗിൾ ആണ്. അതുകൊണ്ടാണ് ഈ ഔട്ടർ മെംബ്രെയിൻ എന്നും പെപ്റ്റിഡോഗ്ലൈക്കാൻ എന്നും പറയുന്നത്. ഓക്കെ, അപ്പം ഈ നടുക്ക് കാണുന്ന ആ ഒരു സ്ട്രക്ചറിൽ അതിനാണ് നമ്മൾ ബേസൽ ബോഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബേസൽ ബോഡി മൊത്തത്തിൽ ആക്കിയിട്ട് പറയാം. അപ്പം ഈ കാണുന്ന സാധനം എന്താ? ഇപ്പം നമ്മൾ കാണിച്ച സാധനം അതാണ് സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ, ലിപ്പോ പോളിസാക്കറൈഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാം വരട്ടെ. ഓക്കെ, അപ്പം ആദ്യം ഒരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, പിന്നെ ഒരു പെപ്റ്റിഡോഗ്ലൈക്കാൻ ലെയർ ഉണ്ട്, പിന്നെ സെൽ മെംബ്രെയിൻ ഉണ്ട്. പിന്നെ ഈ വരച്ച പോർഷനില്ലേ, ഇത്രയുള്ള പോർഷൻ, ഇവിടെ ഒരു പോർഷനും കൂടെ ഉണ്ട് കേട്ടോ. ഈ മൊത്തത്തിലുള്ള ആ ഒരു പോർഷനാണ് നമ്മൾ ബേസൽ ബോഡി എന്ന് പറയുന്നത്. ബേസൽ ബോഡി. അപ്പോൾ ഈ ബേസൽ ബോഡിയിൽ കുറേ റിങ് അറേഞ്ച്മെന്റ് ഉണ്ട്. ബേസൽ ബോഡിയിലാണ് മൈക്രോ ട്യൂബ്യൂൾസ് ഒക്കെ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുള്ളത്. അത് പിന്നീട് പറയാം. അപ്പോൾ ഈ ഒരു ബേസൽ ബോഡി എന്ന് പറയുമ്പോൾ എന്താ, ഈ ഒരു സീലിയനെ അറ്റാച്ച് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട്, ആ ഒരു സെൽ മെംബ്രെയിനിലേക്ക് അറ്റാച്ച് ചെയ്ത് അല്ലെങ്കിൽ ആങ്കർ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള ആളാണ് ബേസൽ ബോഡി എന്ന് പറയുന്നത്. ബേസൽ ബോഡി, ഞാൻ BB എന്ന് മാത്രമേ ഇവിടെ എഴുതുന്നുള്ളൂ കേട്ടോ. ബേസൽ ബോഡിയാണ് ഇത് മൊത്തത്തിൽ. ഇപ്പോൾ ഒരു ബേസൽ ബോഡിയുടെ സ്ട്രക്ചർ പറയുമ്പോൾ ഈ ബേസൽ ബോഡിയിൽ റിങ് ഉണ്ട്. ചിലത് സെൽ വോളിൽ അറേഞ്ച് ചെയ്ത റിങ് ഉണ്ട്, പെരിപ്ലാസ്മിക് സ്പേസിലുള്ള റിങ് ഉണ്ട്, സെൽ മെംബ്രെയിനിലുള്ള റിങ് ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് 3 റിങ് ആണുള്ളത്. ഇതിൽ ഏറ്റവും വലുതാണ് നമ്മളുടെ P റിങ് എന്ന് പറയുന്നത്. P റിങ് ആണ് ഏറ്റവും വലുതായിട്ടുള്ളത്. ഓക്കെ, P റിങ് എവിടെയാ? നമ്മുടെ പെപ്റ്റിഡോഗ്ലൈക്കാൻ എന്ന് പറയുന്ന സെൽ വോളിലാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്.
നമ്മുടെ എസ് റിംഗ് ആണെങ്കിൽ പെരിപ്ലാസ്മിക് സ്പേസിലാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇനി എം റിംഗ് ആണ് നമ്മുടെ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിനിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള റിംഗ്. സോ ആക്ച്വലി നമ്മൾ ഈ ഒരു ഫ്ലജല മൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബേസൽ ബോഡി ഉണ്ടല്ലോ, ആ ബേസൽ ബോഡിയിലുള്ള ഈ റിങ് റൊട്ടേറ്റ് ചെയ്യും. ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ടോർഗ് എന്ന് പറയുന്ന ഒരു പ്രഷർ അവിടെ ഫോം ചെയ്യും. ഈ ഒരു ടോർഗ് TORQUE ഈ ഒരു ടോർഗ് ഫോം ചെയ്യുന്നതിൻ്റെ പ്രസൻസിലാണ് കീമോടാക്സിസ് ബേസ് ചെയ്തിട്ടാണ് ഈ ഫ്ലജലയുടെ മൂവ്മെൻ്റ് ഒക്കെ നടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഹുക്കും ഫിലമെൻറ്റും അല്ല, മൂവ്മെൻറ്റിനും റൊട്ടേഷനും ഒക്കെ സഹായിക്കുന്നത് നമ്മുടെ ബേസൽ ബോഡിയിലുള്ള ഈ റിങ്ങും ഈ നടുക്കുള്ള ആ ഒരു സ്ട്രക്ചറും കൂടിയാണ്. ഇതിൻ്റെ ചുറ്റുമാണ് ഈ ഒരു റിങ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു ടോർക്ക് ഉണ്ടാകും, അങ്ങനെ അവർ മൂവ്മെൻറ്റ് കൊടുക്കും. ഓക്കെ, ഇതാണ് ഫ്ലജല്ലയുടെ ഒരു അൾട്രാ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം ഒന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ആദ്യമുള്ളത്? ഒരു ഫിലമെൻ്റ് ഉണ്ട്. ഫ്ലജല്ല എന്ന് പറയുന്ന പ്രോട്ടീൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫിലമെൻ്റ് ഉണ്ട്, ഒരു ലോങ് ഹെലിക്കൽ ആയിട്ടുള്ള ഫിലമെൻ്റ്. അതാണ് ഒന്നാമത്തത്. ഓക്കെ, ഇനി രണ്ടാമത്തതാണ് ഒരു കേർവ്ഡ് ആയിട്ടുള്ള ഹുക്ക് എന്ന് പറയുന്ന റീജിയൻ. കേർവ്ഡ് പോർഷനാണ് ഫിലമെൻറ്റിനെ നമ്മളുടെ ബേസൽ ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. ഇനി ഒരു ബേസൽ ബോഡിയാണ് സെല്ലിൻ്റെ ഉള്ളിൽ നമ്മുടെ സെൽ മെംബ്രെയിനുമായിട്ട് ഈ ഒരു ഫ്ലജല്ലേനെ ആങ്കർ ചെയ്ത് നിർത്തുന്ന ആൾ. ഈ ബേസൽ ബോഡി എന്ന് പറയുന്നത് ഔട്ടർ മെംബ്രെയിൻ്റെ ഉള്ളിൽ പെപ്റ്റിഡോ ഗ്ലൈക്കാൻ റീജിയനിൽ അവയിൽ പി റിങ് കാണുന്നു, പെരിപ്ലാസ്മിക് സ്പേസിൽ എസ് റിങ് കാണുന്നു, സെൽ മെംബ്രെയിനിൽ എം റിങ് കാണുന്നു. അപ്പം ഈ ഒരു ബ്രൗൺ കളറിൽ കൊടുത്തിട്ടില്ലേ ആ ഒരു തൂണ് പോലെയുള്ള സാധനം, അതിന് ചുറ്റും ഈ റിങ്ങുകൾ ഇങ്ങനെ കറങ്ങും. അപ്പോഴാണ് ഒരു റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു ടോർഗ എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നത്. അപ്പോഴാണ് ഫ്ലജല്ല മൂവ്മെൻറ്റ് സാധ്യമാക്കുന്നത്. അപ്പോൾ ഇതാണ് ഫ്ലജല്ലയുടെ അൾട്രാ സ്ട്രക്ചർ.